അല്ല, പൂക്കളുടെ പുസ്തകം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ശ്രീ എം സ്വരാജ് എഴുതിയിട്ടുണ്ട്. എടോ, റബ്ബർ കർഷകരുടെ സമ്മേളനത്തിൽ കവിത അവതരിപ്പിച്ചിട്ട് വരുന്ന വഴിയാ. എന്തായിരുന്നു എനിക്ക് കിട്ടിയ സ്വീകരണം? അതിൽ കാളിദാസന്റെ ആദ്യ നാടകമായിട്ടുള്ള മാളവികാഗ്നി മിത്രത്തിനെ കുറിച്ച് ശ്രീ സ്വരാജ് പറയുന്നുണ്ട്. കവിത ചൊല്ലി തീർന്നപ്പോൾ സദസ്സിൽ നിന്ന് ഉയർന്ന കരഘോഷം ഇവിടത്തെ കിഴങ്ങന്മാരെന്ന് കാണേണ്ടതായിരുന്നു. പറഞ്ഞു വന്നിരിക്കുന്നത് അത്രയും ഭൂലോക അബദ്ധമാണ് എന്നുള്ളതാണ് വസ്തുത. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ശ്രീ സ്വരാജ് പറയുന്നത് ഏതെങ്കിലും ഒരു അശോകവൃക്ഷം പൂക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? അതിൽ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പാദസ്പർശമുണ്ടായാൽ ആ അശോകം പൂക്കും എന്നാണ് മാളവികാഗ്നി മിത്രത്തിൽ കാളിദാസൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇരുവശത്തേക്കും അകത്തുക, കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക പറയുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണ് അശോകവൃക്ഷം വരുന്നത്? എവിടെയാണ് മാളവികാഗ്നി മിത്രം വരുന്നത്? ഇത് മുഴുവൻ അക്ഷരപശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിൽക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. എവിടെയാണ് കാളിദാസന്റെ വർണ്ണന വരുന്നത്? എവിടെയാണ് സ്ത്രീയുടെ പാദസ്പർശത്തിനെ കുറിച്ച് പറയുന്നത്? എവിടെയാണ് സുന്ദരിയായ സ്ത്രീയെ കുറിച്ച് പറയുന്നത്? എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ശ്രീ സ്വരാജിനെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ചോദിക്കുക, നന്നായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി. നീ അങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട. ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. ഈ പൂക്കളുടെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് സ്വരാജിലെ വലിയ സാഹിത്യകാരനെ കുറിച്ച്, വലിയ സാഹിത്യ സ്നേഹിയെക്കുറിച്ച്, വലിയ പ്രകൃതി സ്നേഹിയെക്കുറിച്ച് ഒക്കെ അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു ദിവ്യ തേജസ് ആ മുഖത്തില്. കാരണം അശോകത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃമിശല്യം ഒഴിവാക്കാനുള്ള നല്ലൊരു മരുന്ന് എങ്ങനെ തയ്യാറാക്കാം, അത് എത്ര ചൂടാക്കണം, അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. എങ്ങനെ ചൂടാക്കണം, എങ്ങനെ കുറുക്കിയെടുക്കണം, എങ്ങനെ തണുപ്പിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് കൃമിശല്യം മാറ്റിയെടുക്കാവുന്നത് എന്നതിനെക്കുറിച്ച് ഭർത്തിയില് കൈപ്പിഴ ജന്മസിദ്ധയിലാണല്ലോ കുഞ്ഞീഷ്ണ. ഈ വലിയ അറിവ് പകർന്നു തരുന്ന ഈ പുസ്തകം മലയാള സാഹിത്യ ശാഖയ്ക്ക് എന്നത്തേക്കും വലിയൊരു നിധിയായിരിക്കും എന്ന്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.